പ്രഖ്യാപിച്ച ഇടത്ത് തന്നെ നിൽക്കുകയാണ് മൂവാറ്റുപുഴ നഗരസഭ വികസന പദ്ധതി. നഗരത്തിലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള സമഗ്ര വികസന പദ്ധതിക്ക് 1.5 വർഷം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തുടക്കമിട്ടെങ്കിലും ഇതുവരെ അത് പൂർത്തിയായിട്ടില്ല. പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും വ്യാപാരികളും. പത്തു വർഷത്തിലേറെ പഴക്കമുണ്ട് ഗതാഗത കുരുക്കിൽ ശ്വാസം മുട്ടുന്ന മൂവാറ്റുപുഴയ്ക്ക് മോചനം വേണമെന്ന ആവശ്യത്തിന്. 2009 KSTP ഇതിനായി മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി. വെള്ളൂർക്കുന്നം മുതൽ 1.8 കിലോമീറ്റർ 4 വരി പാത, ഓടകൾ, പാർക്കിങ്ങിന് സ്ഥലം എന്നിവയുൾപ്പെടുന്ന സമഗ്ര പദ്ധതിക്ക് 32 കോടി രൂപ കിഫ്ബി കൈമാറുകയും ചെയ്തു. നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷത്തിനിപ്പുറം ഒച്ചിഴയുന്ന വേഗത്തിലാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഓടയുടെ നിർമ്മാണത്തിനായി ബസ് ബേയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കൂറ്റൻ കോൺക്രീറ്റ് ബ്ലോക്കുകളും തകർന്ന റോഡും ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുകയാണ്. നിലവിൽ 1 മണിക്കൂർ 2 മണിക്ൂർ ആണ് 1.5 കിലോമീറ്റർ പോകുവാൻ ഈ മൂവാറ്റുപുഴയിലൂടെ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ഇടവരുന്നത്. പലവട്ടം ഉദ്യോഗസ്ഥരുടെ ഏകോപനമില്ലായ്മ, KSEBയുടെ സഹായം വേണം, പോസ്റ്റ് മാറ്റാൻ, KRFBക്കാർ സ്ഥലം എടുത്തു കൊടുക്കണം, BSNLരുടെ കേബിൾ മാറ്റണം, സ്വകാര്യ ആളുകളുടെ കേബിൾ മാറ്റണം. ഇന്ന് നിങ്ങൾ പോയാൽ കാണാം മുറിഞ്ഞു കിടക്കുന്ന ഓടകൾ പല സ്ഥാപനവും കുഴിക്കടിയിൽ. അപ്പോൾ ഇവരുടെ ഏകോപനമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ഥലമേറ്റെടുക്കലിൽ ഉൾപ്പെടെ കാലതാമസമുണ്ടായി. നിർമ്മാണ കരാർ കാലാവധി ഡിസംബറിൽ അവസാനിച്ചെന്ന പേരിൽ കരാറുകാരൻ പിന്മാറി. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും പ്രശ്നമായതായി MLA മാത്യു കുഴൽനാടൻ. ഈ വർക്കിനൊരു പ്രയോറിറ്റി സർക്കാർ തലത്തിൽ, ഉന്നത തലത്തിൽ നൽകേണ്ടതായിരുന്നു. അതിൻ്റെ അകത്ത് KRFB ആണെങ്കിലും, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും, PWD ആണെങ്കിലും, അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് ആണെങ്കിലും, വാട്ടർ അതോറിറ്റി ആണെങ്കിലും, ഇവരെല്ലാം ഇത് പ്രയോറിറ്റൈസ് ചെയ്താൽ മാത്രമേ അതിനൊരു വേഗത കൈവരുത്തുള്ളൂ. അപ്പോൾ വിവിധ വകുപ്പുകൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി, അല്ലെങ്കിൽ BSNL അടക്കം എത്രയോ വകുപ്പുകളുടെ ഒന്നിച്ചുള്ളൊരു പ്രവർത്തനം വന്നാലാണ് നമുക്ക് ഇതുപോലൊരു ബൃഹത്തായ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും. തുടങ്ങിയിടത്ത് നിൽക്കുന്ന മൂവാറ്റുപുഴ നഗരവികസന പദ്ധതി അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ഒപ്പുശേഖരണം നടത്തി മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. നഗരവികസന പദ്ധതി നടത്തിപ്പിലെ കാലതാമസവും വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയുമാണ് മൂവാറ്റുപുഴ നഗരത്തെ ഇത്രയേറെ ഞെരുക്കുന്നത്. ഇനി ജനകീയ പ്രതിഷേധത്തിലൂടെ ഇതിന് പരിഹാരം കാണാനാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. മൂവാറ്റുപുഴയിൽ നിന്ന് ക്യാമറമാൻ MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24. പൊതുജനം കഴുതയല്ല സാർ. അവിടെയുള്ള നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കണം. ഒച്ചിഴയുന്ന വേഗത്തിലാണ് ആ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. പാതി വഴിയിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ കാരണം ദുരിതത്തിനുമേൽ ദുരിതം അനുഭവിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക്. സാധാരണഗതിയിൽ ഒരു പ്രോജക്റ്റ് മുടങ്ങാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫണ്ടില്ലായ്മയാണ്. ഇത് ഫണ്ടില്ലാത്തതല്ല പ്രശ്നം. വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ KSEBയുടെ ആണെങ്കിലും, വാട്ടർ അതോറിറ്റിയുടെ ആണെങ്കിലും, BSNLൻ്റെ ആണെങ്കിലും കേബിളുകൾ റീപ്ലേസ് ചെയ്യുക, അതിനനുബന്ധമായിട്ടുള്ള മറ്റേ യൂട്ടിലിറ്റി സർവീസുകൾക്കുള്ള സ്പേസ് ഉണ്ടാക്കുക തുടങ്ങി ഒരുപാട് അനുബന്ധ പ്രവർത്തനങ്ങൾ വേണം. വലിയ കോർഡിനേഷൻ ആവശ്യമുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോർഡിനേഷൻ ഒന്നും എഫക്റ്റീവായിട്ട് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. 2018 തൊട്ട് വ്യാപാരികൾ ഈ റോഡ് വികസനം നടക്കാത്തതുകൊണ്ട് വളരെ കഷ്ടത്തിലും കണ്ണീരിലുമാണ് വ്യാപാരികൾ. കഴിഞ്ഞ 2 സീസൺ, ഓണ സീസൺ പോലും മൂവാറ്റുപുഴ ടൗണിലേക്ക് ഒരു മനുഷ്യൻ വരാത്തൊരവസ്ഥ. മൂവാറ്റുപുഴ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ജനത്തിൻ്റെ മനസ്സിൽ ഭീതിയും ഭയവുമാണ് മൂവാറ്റുപുഴ കടന്നു പോകാനായിട്ട്. നമ്മുടെ നഗരത്തിൽ പാർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലമില്ല. നോ പാർക്കിംഗ് ബോർഡുകളാണ് കൂടുതൽ. പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. പിന്നെ ഇവിടെ ഓട, ഈ റോഡ് വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ഓട നിർമ്മാണ പ്രവർത്തനത്തിലിരിക്കുന്നുണ്ട്. കുഴിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒരിക്കലും നന്നാക്കാനായിട്ടോ അതിൻ്റെ പണി തീർക്കാനായിട്ടോ ഇല്ല. ഏതാണ്ട് 1 വർഷത്തിലേറെയായിട്ട് പല ഭാഗത്തും ഈ ഓടയ്ക്ക് വേണ്ടിയിട്ട് JCB വെച്ച് മണ്ണ് മാന്തിയിട്ടിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കാനായിട്ടുള്ളൊരു ശ്രമവും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നില്ല.